നമുക്ക് പോകേണ്ടത് ഒരേ സ്ഥലത്തേക്ക് തന്നെയാ. അപ്പൊ പിന്നെ യാത്ര ഒരുമിച്ചാക്കിക്കൂടെ? തെറ്റിദ്ധാരണകൾ കുറേയേറെ മനസ്സിലുണ്ടാകും, അത് മാറില്ല. പോക്കും വരവും ഒരുമിച്ചാണെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് കഥകൾ ഉണ്ടാക്കാനുള്ള അവസരം കുറയും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാർത്തിക്കിനത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. പൊയ്ക്കോളൂ. അഭിയിൽ നിന്ന് ഞാൻ അകന്നു മാറിയിട്ടില്ല. അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയത് അഭിയ. ഒരു കണക്കിന് അഭി പറഞ്ഞതാ ശരി. നമുക്കിടയിലെ വഴക്കുകൾ നമ്മുടെ റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. വരൂ, പോവാം. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അത്? ഗീതേച്ചി മര്യാദക്കാരിയായി തുടങ്ങി. അപ്പോ തന്റെ സെലക്ഷൻ മോശമായിട്ടില്ല. സഹദേവേട്ടനെ സെലക്ട് ചെയ്തത് ഞാനല്ലല്ലോ, ആനന്ദും കാർത്തിക്കും കൂടിയല്ലേ. അത് ശരിയാ, സമ്മതിച്ചു. എന്നാലും ഗീതേച്ചിയെ വരച്ച വരയിൽ നിർത്താൻ സഹദേവനെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവുന്ന ഐഡിയ തന്നെ തൻ്റെതല്ലായിരുന്നോ? അതെന്തായാലും വർക്കൗട്ടായി. താൻ കയറിക്കും. കണ്ടോ, രണ്ടും കീരിയും പാമ്പും പോലെ നിന്നതാ. എന്നിട്ടിപ്പോ അവരെന്ത് സ്വരച്ചേർച്ചയിലാ പോയതെന്ന് നോക്കി. നിനക്കും സഹദേവന്റെ കൂടെ ഇങ്ങനെയൊക്കെ ജീവിക്കണ്ടേ മോളെ? അമ്മ കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഉപദേശിക്കല്ല, ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാ. എനിക്ക് സഹദേവന്റെ വിവാഹാലോചന കൊണ്ടുവന്നതാരാ? കാർത്തിക്. അല്ലാതാരാ? കാർത്തിക്കിനോട് ഈ കോന്തന്റെ കാര്യം പറഞ്ഞതാരാ? അതെങ്ങനെ എനിക്കറിയാം? എന്നാ പറഞ്ഞ ആളെ എനിക്കറിയാം. ആരാ അത്? അവള്, ആ അഭിരാമി. അവളും എന്റെ അനിയനും കൂടി എന്നെ നന്നാക്കിയെടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ട്രെയിനറാ സഹദേവൻ. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. അവള് ഗീതമ്മയുടെ ജീവിതം വെച്ചാ കളിച്ചത്. അമ്മ നോക്കിക്കോ, ഞാൻ അനുഭവിക്കുന്നതിന്റെ 100 ഇരട്ടി അവളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. അധികം താമസിക്കാതെ അവളും കാർത്തിക്കും തമ്മിൽ തല്ലിപ്പിരിയുന്നത് ഞാൻ കാണിച്ചു തരാം. എടി മോളെ, മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ നിന്റെ സ്വന്തം ജീവിതം നേർവഴിയിലേക്ക് കൊണ്ടുപോവാ. ഓ, നീ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? നാട്ടിലേക്ക് പോകാൻ വേണ്ടി സഹദേവൻ അവിടെ പെട്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുക. നിന്റെ തീരുമാനം എന്താ? സഹദേവനെ ഈ വീട്ടിൽ നിറക്കി വിടണമെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. അത് പാടില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അഭിരാമിയും കാർത്തിക്കും കൂടി ഇറക്കുമതി ചെയ്തതല്ലേ സഹദേവനെ. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ അയാളെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് ശരിയല്ല. എന്നെപ്പോലെ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയല്ലോ എന്നോർത്ത് സഹദേവന്റെ കണ്ണിൽ നിന്ന് ചോര വരണം. എങ്കിലേ ഇനി ഈ ഗീതമ്മയുടെ കലി അടങ്ങും. മോളെ, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് അമ്മ സഹദേവനോട് പോയി പറ. അവനത് കേൾക്കുവോ? സമ്മതിച്ചില്ലെങ്കിലോ? എങ്ങനെയെങ്കിലും ആ കഴുതയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അത് അമ്മയുടെ മിടുക്കുപോലിരിക്കും. അത് വേണോ മോളെ? വേണം. അമ്മ പോയിട്ട് വാ. ഈ ഗീതമ്മ ആരാണെന്ന് അഭിരാമിയും സഹദേവനും ഇനിയാ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. മോനെ സഹദേവ, ഇത്രയും വലിയൊരു വീട് വിട്ടിട്ട് നാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഭാര്യ ജീവിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലല്ലേ? അതിന് ഇതും നിന്റെ വീട് തന്നെയല്ലേ? അമ്മേ, എനിക്കെന്റെ നാടും വയലും ശുദ്ധവായുവും ഒക്കെ ശരിയാവും. അത് ശരിയാണ്. എന്നാലും ഗീതമ്മയ്ക്ക്... ഗീതയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവൾക്ക് സമയം പോകാൻ വേണ്ടി ഞാൻ 4-5 പശുക്കളെ വാങ്ങാം. അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് ആ തൊഴുത്തൊക്കെ കഴുകി വൃത്തിയാക്കി പശുക്കളെയും കുളിപ്പിച്ച് അതുങ്ങളുടെ പാലും കറന്ന് എന്ത് രസമായിരിക്കും. ഇനി അതങ്ങോട്ട് കഴിയുമ്പോൾ സമയം പോകാൻ വേണ്ടി വേറൊരു വഴിയുണ്ട്. എനിക്കൊരു 2 ഏക്കർ റബ്ബറുണ്ട്. വെട്ടുകാർ വെളുപ്പിനെ വന്ന് വെട്ടിയേച്ചങ്ങ് പോവും.
നമ്മളൊരു 7 മണിയാകുമ്പോൾ ബക്കറ്റുമായി ചെന്ന് പാലെടുക്കും. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇത്ര രസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. ആ എന്റെ പൊന്നു കുഞ്ഞെ, ദയവ് ചെയ്ത് നീ അവളെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. ഇനി നിന്റെ അടുത്തുള്ള സത്യം അങ്ങ് പറയാലോ. നിന്റെ ഒപ്പം വരേണ്ടി വന്നാൽ തൂങ്ങിച്ചാകുന്ന അവള് പറയുന്നേ. അതുകൊണ്ട് നീ അവളെ കൊണ്ട് ഇവിടുന്ന് പോവരുത് മോനെ. ഹോ, നീ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നിനക്കിനി ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോ ഞാൻ എന്തു പറയുന്നോ അതേ ഇനി ഈ വീട്ടിൽ നടക്കൂ അല്ലേ? ആ അതെ. എന്നാ കുഴപ്പമില്ല. ശരി, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നില്ല. ഗീതയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്കിഷ്ടമല്ല. ഗീതയുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഗീതയ്ക്കും ഉണ്ട്. എന്താ ഇല്ലേ? ഹാ, ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. എന്തൊക്കെയാ നിങ്ങളുടെ ഇഷ്ടങ്ങൾ? ഹാ, ഇങ്ങനെ ദേഷ്യപ്പെട്ടാണോ ചോദിക്കുന്നത്? സ്നേഹത്തിൽ ചോദിക്കേ. ചോദിക്കേ. സഹദേവന്റെ ഇഷ്ടങ്ങൾ. ഈ വെറും സഹദേവ എന്ന് വിളിക്കാതെ സഹദേവേട്ടാ എന്നൊന്ന് വിളിച്ചു നോക്കി. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് എന്റെ നാട്ടിലേക്ക് പോവാം. അയ്യോ വേണ്ട. എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാമെന്ന് ഗീതയല്ലേ പറഞ്ഞത്? ഇതും എന്റെ ഒരു ആഗ്രഹമാണ്. സഹദേവേട്ടാ എന്നൊന്ന് വിളിക്കേ. വിളിക്കേ. സഹദേവേട്ടാ. വിളിയിൽ അല്പം പോലും സ്നേഹം തോന്നുന്നേയില്ല. ആ, എന്നാലും സാരമില്ല. ഇനി എന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കേ. സഹദേവന്റെ അല്ല, സഹദേവേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? ആ, പറയട്ടെ. പറയട്ടേന്ന്. ഒന്ന് പറഞ്ഞു തൊലക്കേ. ആ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇതെന്തൊരു മാറണമെന്ന് പറ. കണ്ടോ കണ്ടോ, ഗീത എന്നോട് ദേഷ്യപ്പെടുന്നുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ എന്റെ ഇഷ്ടങ്ങൾ പറയുന്നേ? അയ്യോ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ ഒന്ന് പറ. ആ, നിങ്ങളുടെ എന്ന് മാറ്റി സഹദേവേട്ടന്റെ എന്നാക്കി ഒന്നുകൂടി ഒന്ന് ചോദിച്ചേ. അപ്പം ഞാൻ പറയാം. സഹദേവേട്ടന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? എനിക്ക് 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 നിന്റെ കൈകൊണ്ട് ഞണ്ടുകറി ഉണ്ടാക്കി കഴിക്കണം. ഞണ്ടുകറിയോ? അതെ, ഞണ്ടുകറി. എന്താ പറ്റില്ലേ? ആ, പറ്റില്ലെങ്കിൽ പറ, ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്കിപ്പോ ഞണ്ടുകറിയല്ലേ വേണ്ടത്? അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കി തരാം. ആ, ശരി. നല്ല ഞണ്ടാ. നിന്നെ കൊണ്ടിത് പറ്റുമോ ഗീതമ്മേ? ഞണ്ടല്ലേ, അല്ലാതെ തിമിംഗലൊന്നും അല്ലല്ലോ. ഇനി എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് വെച്ച് ആ കോന്തം കഴിക്കാതിരുന്നാലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യേ. ഈ അനുഭവിക്കുന്നതിനൊക്കെ അഭിരാമിയോട് ഞാൻ പകരം ചോദിക്കും. അല്ലെങ്കിൽ അമ്മ കണ്ടോ? അങ്ങനെയൊക്കെ നടന്നാ കൊള്ളാം. നടക്കും, ഗീതമ്മേ പറയുന്നേ. നടന്നാ മതി. എന്തായാലും നീ വേഗം ഞണ്ടുകറി ഉണ്ടാക്കാൻ നോക്ക്. അതെങ്കിലും നടക്കട്ടെ. ഇങ്ങനെയൊക്കെ ഗീതമ്മയെ തോൽപ്പിക്കാന്ന ആ സഹദേവന്റെ വിചാരം. അങ്ങനെ ഒരാൾക്കും അത്ര പെട്ടെന്നൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്താ ഗീത ഈ കാണിക്കുന്നേ?
കറിക്ക് രുചി വരണമെങ്കിൽ അമ്മിയിൽ തന്നെ അരക്കണ്ടേ? എന്നാലല്ലേ നല്ല നാടൻ ടേസ്റ്റ് കിട്ടൂ. ശരി, എല്ലാം എടുത്തോ, പെട്ടെന്നാവട്ടെ. ചെല്ലേ. ആ ആ വേഗം ചെല്ലേ, നന്നായിട്ട് അരക്കട്ടാ. Watch your step, cuz do what you're told. This is my kingdom, do what you're told. മോശം പിടിക്കാനായിട്ട് ഇടിച്ചിടിച്ച് ഇടിച്ച് അരയ്ക്കും കേട്ടോ. So watch your step, cuz do what you're told. This is my kingdom, do what you're told. അരച്ചോ? ആ ഗീതേ, കുരുമുളക് നന്നായി ചേർത്തണേ. നടക്കട്ടെ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. സഹദേവ, ഗീതമോൾക്ക് ഇതൊന്നും തീരെ പരിചയമില്ലാത്ത കാര്യമാ. സാരമില്ലമ്മേ, ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാവുന്നത്. നമുക്ക് ഗീതയെ നന്നാക്കി എടുക്കാവുന്നേ. പറഞ്ഞതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ ഇഷ്ടത്തിനെടുത്ത് കഴിച്ചോ. ആ അതെങ്ങനെയാ ശരിയാവുന്നേ? ഗീത ഉണ്ടാക്കിയ ആഹാരം ഗീത തന്നെ വിളമ്പി തരുമ്പോഴല്ലേ അതിന് രുചിയുള്ളൂ, അല്ലേ ഗീതേ? അതിപ്പോ വിളമ്പുന്നത് ആരായാലും മതിയല്ലോ. പോരല്ലോ, എനിക്ക് എന്റെ ഭാര്യ തന്നെ വിളമ്പി തരണം. എന്റെ ഈശ്വര, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അങ്ങനെ പറയില്ലേ ഗീതേ, ഇതൊരു ഭാഗ്യമാണെന്ന് പറ. നിങ്ങളുടെ മുമ്പില് കഴുത്തു കുറിച്ച് നിന്ന് പോയല്ലോ, ഇനിയിപ്പോ ഇതൊക്കെ അനുഭവിക്കണം ഞാന്. അപ്പൊ നമുക്ക് കഴിക്കാനിരുന്നാലോ അമ്മേ? അല്ല, ഞാൻ അമ്മ ഒന്നും പറയണ്ട, നമ്മൾ രണ്ടുപേരും കഴിക്കാനിരിക്കുന്നു. ഗീത വിളമ്പി തരുന്നു. ഇരിക്കിരിക്കിരിക്കിരിക്കിരിക്കിരിക്ക്. ആ ഗീതേ, വിളമ്പ്, വിളമ്പടി. ഞാൻ പ്രതീക്ഷിച്ചത്രയും രുചിയൊന്നുമില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. രുചിയില്ലെങ്കിലേ നിങ്ങൾ കഴിക്കണ്ട. ആ എന്തായാലും ഉണ്ടാക്കിപ്പോയില്ലേ, കഴിച്ചു കളയാം. ആ പിന്നെ ഗീതേ, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഷർട്ടൊന്ന് ഇസ്തിരി ഇട്ട് വെച്ചേക്കണം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഷർട്ട് ഇസ്തിരി ഇടണം പോലും. ഷർട്ട് ഇസ്തിരി ഇടറി പോയിട്ട് ഇസ്തിരി ഇടാൻ. അമ്മേ കഴിക്ക്. ഇത് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് മുഴുവൻ ഇസ്തിരി ഇട്ടോളണം. ഇത്രയും തുണികൾ ഞാൻ തേക്കാനോ? പിന്നല്ലാതെ ആര് തേക്കും? എന്നെ കൊണ്ടൊന്നും വയ്യ. ഓഹോ, എങ്കിലതൊന്നും അറിയണമല്ലോ. അമ്മേ അമ്മേ. എന്താ സഹദേവ? ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്റെ ഈ വീട്ടിലെ താമസമെന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാ, അല്ലേ? അതെ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? ഞാൻ പറയുന്നത് എന്തും ഇവൾ അനുസരിക്കും, അതായിരുന്നല്ലോ വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഗീത എന്തുകൊണ്ട് എന്റെ ഷർട്ടുകൾ മുഴുവൻ ഇസ്തിരി ഇടുന്നില്ല? ഇത്രയും തുണി ഒറ്റയ്ക്ക് തേക്കാൻ ഗീതമ്മയെ കൊണ്ട് പറ്റുമോ? പറ്റണം. 1 മണിക്കൂറിനുള്ളിൽ ഈ തുണികൾ അത്രയും ഇസ്തിരി ഇട്ട് കഴിയണം. അല്ലെങ്കിൽ 4:30-ക്കുള്ള വണ്ടിയിൽ ഞാൻ ഇവളെയും കൂട്ടി അങ്ങ് പോകും. എന്താ ഗീത ഇത്? ഇതാ കണ്ടില്ലേ, ഷർട്ടിന്റെ കോളർ ചുരുങ്ങിയിരിക്കുന്നത്. ഒരു പണി ഏൽപ്പിച്ച ഇങ്ങനെയാണോ ചെയ്യുക? നല്ല വൃത്തിയായിട്ട് ഷർട്ട് ഒന്നുകൂടി തേച്ച് വെക്കാം കേട്ടോ. എടാ,
ഇവൻ ഇത്രയും വലിയ പുകലിനാണെന്ന് ആരറിഞ്ഞു? ഗീതമോളെ, ഒരക്ഷരം എന്നോട് മിണ്ടി പോകരുത്. എങ്ങുമില്ലാതെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ലേ ഈ രാക്ഷസനെ. ഇതെന്റെ വീടാ. വേണമെന്ന് വെച്ചാ ഈ നിമിഷം സഹദേവനെ ഈ വീട്ടിൽ നിറക്കിവിടാൻ എന്നെ കൊണ്ട് പറ്റും. ഞാനത് ചെയ്യാത്തതേ എന്റെ അനിയനും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ കല്യാണമായതുകൊണ്ടാ. അത് മാത്രമല്ല, അയാൾ ഈ വീട്ടിൽ വേണം. എങ്കിലേ ഇന്ന് എന്നെ ഈ കഷ്ടപ്പെടുത്തുന്നതിന്റെ 100 ഇരട്ടി സഹദേവനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റൂ. അയാളെ മാത്രമല്ല, ആ അഭിരാമിയെയും. അതിനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. എന്താ? എന്നെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ മാത്രം ഇയാൾ വളർന്നു. ഞാൻ ഈ ഓഫീസിലെ GM ആയിരുന്നു. ഇപ്പോ അല്ല. ഇപ്പൊ ഞങ്ങളുടെ GM ബാലാമണി മേഡം. മാഡത്തെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് വേണം. അതുണ്ടോ കയ്യില്? എനിക്ക് അവളെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങേണ്ട കാര്യമില്ല. പറ്റില്ല. ഡോ, ഞങ്ങൾ ഒരു വീട്ടിലാ താമസിക്കുന്നത്. എങ്കിൽ ബാലാമണി മേഡം വീട്ടിൽ വരുമ്പോ നേരിട്ട് കണ്ട് സംസാരിച്ചോളൂ. ഓഫീസിൽ വന്ന് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്തേ പറ്റൂ. മാഡത്തിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. പോടോ. ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട്. എന്റെ തെറ്റുകൾക്ക് എന്നോടൊന്ന് ക്ഷമിക്ക്. എന്നോട് വന്ന് ക്ഷമ ചോദിക്കാൻ നിനക്ക് ഒരു നാണം തോന്നുന്നില്ലേ കവിത? ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അതാ. ആ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നീയാ. ഇനി നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ? എനിക്ക് പറ്റിയതൊരു കയ്യബദ്ധമാണെന്ന് നിനക്ക് വിചാരിച്ചൂടെ? എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റൂ? ബാലാമണി, അപേക്ഷയുടെ സ്വരത്തിലാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഇനിയും നീ എന്നെ ഉപദ്രവിക്കരുത്. നമ്മൾ തമ്മിലുള്ള ശത്രുത തീരണം. അത് തീരണമെങ്കിൽ നമ്മളിൽ ഒരാൾ മരിക്കണം കവിത. ഈ ദിവസം നീ ഓർത്തു വച്ചോ. ഇതുപോലെ നിനക്കും ഒരു സമയം വരും. അന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നീ എന്റെ കാല് പിടിക്കും. ഇപ്പൊ നീ കാണിച്ച അഹങ്കാരത്തിന് അന്ന് നീ എന്റെ കാല് പിടിക്കും. ഓർത്തു വച്ചോ. എന്താ സർ? ആനന്ദമല്ലേ ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിക്കേ. അമ്മേ, അമ്മേ, അരവിന്ദേട്ടാ. അമ്മേ ദേ. എന്താ സർ? ആനന്ദു, യു ആർ അണ്ടർ അറസ്റ്റ്. ഇൻസ്പെക്ടർ, എന്റെ വീട്ടിൽ നിന്നും എന്റെ മകനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതിന് നിങ്ങൾക്കൊരു കാരണം കാണുമല്ലോ. അതെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ നിങ്ങൾക്ക് ഇവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയൂ. ചീറ്റിംഗ് കേസാണ്. അഴകത്തെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഉറപ്പിന് ചെക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇയാളെ എനിക്ക് കൊണ്ടുപോകാലോ. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നീ പണം വാങ്ങിച്ചോ? ഇല്ലമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ചതിയാ വല്യേട്ടാ. എങ്കിൽ പിന്നെ പണം തന്നവരുടെ കയ്യിൽ നിന്റെ ചെക്കുകൾ എങ്ങനെ വന്നു? അത് കവിത എന്റെ കയ്യിൽ നിന്ന് 3-4 ചെക്കുകൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിരുന്നു. നന്നായി. അവളുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഈടുവയ്ക്കുന്നത് നിന്റെ ചെക്കുകൾ. അശ്രദ്ധ ആർക്ക് സംഭവിക്കാം. പക്ഷേ ബുദ്ധിശൂന്യനാവരുത്. സ്വയം തോന്നി ചെയ്തതല്ലേ ഇതൊക്കെ.
ഇതിനുള്ള പരിഹാരവും നീ തന്നെ കണ്ടുപിടിച്ചോ. സഹായിക്കാൻ അമ്മയോ ചേട്ടന്മാരോ വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. വരണം. അമ്മേ, 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 കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാലോ? വേണ്ട. ജയിൽ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് അവനൊന്നറിയട്ടെ. അമ്മേ, അമ്മേ,